1922 ജർമ്മനിയിൽ ഒരു പ്രദേശമുണ്ടായിരുന്നു. ഈ ഒരു പ്രദേശം കാടുകൾക്ക് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1922 എന്ന് പറയുമ്പോൾ ഏകദേശം 100 വർഷത്തോളം മുൻപായതിനാൽ വളരെ കുറച്ച് വീടുകൾ മാത്രമേ ആ ഏരിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള എല്ലാവരും പരസ്പരം നന്നായി അറിയുന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പോസ്റ്റ്മാൻ ലെറ്റർ കൊടുക്കാനായി ആ ഏരിയയിലേക്ക് വന്നു. അപ്പോൾ ഹിൻഡർകൈഫക് എന്ന ഫാമിനോട് ചേർന്നുള്ള വീടിന് മുൻപിലുള്ള ലെറ്റർ ബോക്സിൽ അയാൾ ലെറ്റർ വയ്ക്കാൻ പോയപ്പോൾ അയാൾ തന്നെ ഇതിനു മുൻപ് ആ ലെറ്റർ ബോക്സിൽ വെച്ചിട്ടുള്ള ലെറ്ററുകൾ അവിടെ തന്നെ കിടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോൾ ആ വീട്ടിലുള്ള ആരും തന്നെ എന്താണ് ആ ലെറ്ററുകളൊന്നും എടുക്കാത്തതെന്ന് ആ പോസ്റ്റ്മാൻ തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയോട് ചോദിച്ചു. അപ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. മാർച്ച് 31 ശേഷം ആ വീട്ടിലുള്ള ആരെയും തന്നെ ചുറ്റുമുള്ള അയൽവാസികൾ പുറത്തേക്ക് കണ്ടിട്ടില്ല. അങ്ങനെ ആ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നറിയാനായി ഇവരെല്ലാവരും ആ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് അവർ കയറി ചെന്നപ്പോൾ കണ്ടത് ആ വീട്ടിലുണ്ടായിരുന്ന 6 പേരും വളരെ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട് മരിച്ചു കിടക്കുന്നതായിരുന്നു. ഹിൻഡർകൈഫക് എന്ന വീട്ടിൽ ഒരച്ഛനും അമ്മയും ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്ത അവരുടെ മകളും ആ മകളുടെ 7 വയസ്സും 2 വയസ്സും പ്രായമുള്ള കുട്ടികളും കൂടാതെ ആ വീട്ടിലെ സെർവന്റായ മരിയയും ചേർത്ത് മൊത്തം 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും 1922 മാർച്ച് 31 അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടു. സോ ഇതിന്റെ എല്ലാം ആരംഭം എവിടെ നിന്നാണെന്നാൽ മരിയയ്ക്ക് മുൻപ് ആ വീട്ടിൽ മറ്റൊരു ലേഡി സെർവന്റായി ജോലി ചെയ്തിരുന്നു. എന്നാൽ മരിയ ജോയിൻ ചെയ്യുന്നതിന് 6 മാസം മുൻപ് ആ ലേഡി ആ വീട്ടിൽ നിന്നും ജോലി ഉപേക്ഷിച്ചു പോയി. ജോലി നിർത്താൻ കാരണമെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ലേഡി പറഞ്ഞത് ആ വീട്ടിൽ പ്രേതശല്യമുണ്ടെന്നാണ്. മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും അനുഭവപ്പെടാതെ ആ ലേഡിക്ക് മാത്രം ആ വീട്ടിൽ പ്രേതമുണ്ടെന്ന് തോന്നിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ലേഡി പറഞ്ഞത് ഈ ലേഡി ഈ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ഇവരുടെ റൂമിന് മുകളിലായിരുന്നു ആ വീട്ടിലെ ആറ്റിക് ഉണ്ടായിരുന്നത്. അതായത് റൂഫിന് താഴെ ആവശ്യമില്ലാത്ത വീട്ടു സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ്. കൂടാതെ ആ വീട് മൊത്തം വുഡ് ഉപയോഗിച്ചാണ് പണിതിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേന്ന് രാത്രി ആ ലേഡി ഉറങ്ങാൻ കിടന്നപ്പോൾ ആറ്റിക്കിന് മുകളിലൂടെ ആരോ നടക്കുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഉടനെ ഓടിപ്പോയി നോക്കിയപ്പോൾ ആറ്റിക്കിന്റെ ഡോർ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പൂട്ടിയിട്ട ആ ഡോറിൽ കാതുവെച്ച് കേട്ടപ്പോൾ ആരോ ആറ്റിക്കിനുള്ളിൽ നിന്നും മന്ത്രം ചൊല്ലുന്നതായാണ് ആ ലേഡി കേട്ടത്. ഇതേ ഇൻസിഡന്റ് തന്നെ ആ ലേഡിക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ റിപ്പീറ്റായി സംഭവിച്ചു. അതോടുകൂടി ആ വീട്ടിൽ പ്രേതമുണ്ടെന്ന് ഈ ലേഡി ഉറപ്പിച്ചു. അതിനുശേഷം ഉടൻ തന്നെ അവർ ആ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്നും പോയി. ഈ സംഭവം കഴിഞ്ഞ് 6 മാസമായപ്പോഴാണ് ഈ വീട്ടിലുള്ള എല്ലാവരും കൊല്ലപ്പെട്ടത്. അതിനുശേഷം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോഴാണ് ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. ഈ സംഭവം നടന്നത് ജർമ്മനിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും ജർമ്മൻ ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് ആ വീട്ടിലെ അച്ഛൻ അവരുടെ തന്നെ ഷെഡിൽ നിന്നും വേറെ ഒരു ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പർ കണ്ടെടുക്കുന്നത്. ഈ ഒരു ലാംഗ്വേജ് ആ പ്രദേശത്തുള്ള ആർക്കും തന്നെ അറിയില്ല. കൂടാതെ ജർമ്മനിയിൽ മാർച്ച് മാസം മഞ്ഞ് പെയ്യുന്ന സീസണാണ്. സോ അന്ന് ആ ഏരിയ മൊത്തം മഞ്ഞ് വീണ് നിറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ വീടിന് തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്നും ആരോ അവരുടെ വീട്ടിലേക്ക് വന്നതായ കാൽപ്പാടുകൾ അവിടെ വീണ് കിടക്കുന്ന മഞ്ഞിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീട്ടിലേക്ക് വന്ന കാൽപ്പാടുകൾ ആ വീട്ടിൽ നിന്നും തിരിച്ചു പോയതായി ഒരടയാളം പോലും ഉണ്ടായിരുന്നില്ല. ഈ കാൽപ്പാടുകൾ ആ ഫാമിലിയിലുള്ളവർ കണ്ട അന്ന് രാത്രിയാണ് ഈ ഫാമിലിയുടെ ഹെഡായ ഗ്രൂബർ വീടിന് മുകളിൽ ആരോ നടക്കുന്നതായ ശബ്ദം കേട്ടത്. ഈ സംഭവം നടന്ന് കൃത്യം 2 ദിവസം കഴിഞ്ഞ് ഗ്രൂബർ, അയാളുടെ വൈഫ്, അവരുടെ മകൾ വിക്ടോറിയയുടെ 7 വയസ്സുള്ള കുട്ടി, ഇവർ 4 പേരും ആ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ മരിച്ചു കിടക്കുകയായിരുന്നു, ശരീരത്തിൽ തലയില്ലാതെ. കൂടാതെ വിക്ടോറിയയുടെ 2 വയസ്സുള്ള മകളും സർവന്റും മരിയയും അവരവരുടെ ബെഡിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് 100 വർഷമായിട്ടും ദ കേസ് റിമൈൻസ് അൺസോൾവ്ഡ്.